കഴിഞ്ഞ ദിവസം ട്വിറ്ററിനകത്ത് ഒരു വീഡിയോ ദൃശ്യം പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ ടാങ്കിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ പുറത്തേക്ക് ചാടുകയാണ്. അദ്ദേഹത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഡ്രോൺ. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ചുറ്റിനും ഈ ടാങ്കിന് ചുറ്റും കടന്ന് ഓടുകയാണ്. അദ്ദേഹം പോകുന്നതിന് പുറകെ ഈ ഡ്രോണും പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തിയ ഡ്രോൺ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ മനുഷ്യൻ കഷ്ണങ്ങളായിട്ട് ചിന്നി ചിതറിപ്പോകുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ടാങ്കും. എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. CNN പുറത്തുവിട്ട ആ വാർത്തയിൽ പറയുന്നത് യുക്രൈന്റെ ഒരു ഡ്രോണ് റഷ്യയുടെ ഒരു ഓയിൽ റിഫൈനറിയിൽ ആക്രമണം നടത്തുന്നതാണ്. സത്യത്തിൽ യുദ്ധങ്ങളിൽ ഡ്രോണുകൾ നിർണായകമായി മാറുന്നു എന്ന വളരെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിനടുത്ത് നിൽക്കുകയാണ് ലോകം. അസർബൈജാൻ അർമേനിയ യുദ്ധം നടന്ന സമയത്ത് അർമേനിയയുടെ മേൽ അസർബൈജാൻ ഒരു മുൻതൂക്കം ഉണ്ടാക്കി കൊടുത്തത് ഡ്രോണുകളാണ്. തുർക്കിയിൽ നിന്നടക്കം അവർ വാങ്ങിയ ഡ്രോണുകൾ. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് സത്യത്തിൽ അസർബൈജാന് അർമേനിയൻ പട്ടാളക്കാരെ ഭയപ്പെടുത്താനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കാനും അന്ന് സാധിക്കുകയും ചെയ്തു. ഇതിനുശേഷം പലയിടങ്ങളിലും, അതിപ്പോ ഈ യുക്രൈൻ റഷ്യ യുദ്ധം തന്നെ എടുത്താൽ അവിടെയും ഡ്രോണുകൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. റഷ്യക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നതും ഈ ഡ്രോൺ ആക്രമണങ്ങളിലാണ്. ഇപ്പൊ സാധാരണ നിലയിൽ മില്യൺ കണക്കിന് ഡോളർ ചിലവാക്കിയാണ് ഒരു ടാങ്ക് നിർമ്മിക്കുന്നത്. അതിന്റെ 10-1 പോലും വേണ്ടിവരില്ല ഒരു ആക്രമണകാരിയായ ഡ്രോണിനെ നിർമ്മിക്കാൻ. ഈ ഡ്രോണിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഏതൊരു ടാങ്കിന്റെ അടുത്തേക്കും ഇതിനെ പറത്തിക്കൊണ്ടുവരാനും ആ ടാങ്കിനെ നിഷ്പ്രഭമാക്കാനോ തകർത്തെറിയാനോ പോലും ഇതിന് സാധിക്കുകയും ചെയ്യും. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ഡ്രോണുകൾ ഇന്ന് പല രാജ്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ആണവായുധം പോലും വഹിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഉണ്ടാവുന്ന ഒരു കാലത്ത് അതിമാരകമായ ആക്രമണം നടത്താൻ പോലും ക്യാപ്പബിൾ ആയിട്ടുള്ള ഡ്രോണുകൾ അമേരിക്കയുടെയും റഷ്യയുടെയും അല്ലെങ്കിൽ ഇറാന്റെയും ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ കൈകളിലുണ്ട്. അതുപോലെ തന്നെ ഉക്രൈന്റെ കൈകളിലും ഇന്ന് ഡ്രോണുകളുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തുരത്തി അടിക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ് സത്യത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. അതായത് ഇതിന് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഡ്രോണുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണെങ്കിൽ അതിന്റെ ടാർഗറ്റിനെ സ്വയം നിർണ്ണയിക്കുകയും ടാർഗറ്റിന് എവിടെ പോയി ഒളിച്ചാലും പിന്നാലെ ചെന്ന് അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അത് അത്യപകടകാരികളായിട്ടുള്ള ഡ്രോണുകളാണ്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അത്തരം ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രോണുകളാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇരുന്നു കൊണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ടാർഗറ്റിനെ ആക്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ എതിരാളി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും കൃത്യമായ അയാളുടെ പുറകെ പോയി തന്നെ നമുക്ക് ആക്രമിക്കാൻ സാധിക്കും. മില്യൺ കണക്കിന് ഡോളർ മുടക്കി നിർമ്മിക്കുന്ന വലിയ ടാങ്കുകളും അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളും ഒക്കെ നിസ്സാരമായി ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തെറിയാൻ സാധിക്കുന്നു എന്നത് ഇന്ന് ലോക രാജ്യങ്ങളടക്കം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇനിയുള്ള യുദ്ധത്തിൽ ടാങ്കുകൾക്കൊന്നും കാര്യമായ പ്രസക്തി ഉണ്ടാവില്ല. കാരണം ഡ്രോൺ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആകാശ ആക്രമണങ്ങൾ വിജയിയെ തീരുമാനിക്കുന്ന യുദ്ധങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഏത് രാജ്യത്തിനാണോ ഡ്രോൺ പവർ ഉള്ളത് അല്ലെങ്കിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ രാജ്യത്തിന് തീർച്ചയായും യുദ്ധങ്ങളിൽ മുൻതൂക്കം നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും സമീപകാലത്തായി ഡ്രോൺ നിർമ്മാണ രംഗത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നത്. DRDO അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ അതിമാരകമായ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിന്റെ പണിപ്പുരയിലാണ്. സത്യത്തിൽ ലോകം ഇനി കാണാൻ പോകുന്നത് ആകാശ യുദ്ധങ്ങൾ തന്നെയാണ്. നമ്മൾ സ്റ്റാർ വാർ സിനിമകളിൽ കാണുന്നത് പോലെ ആകാശം നിറഞ്ഞു പോകുന്ന ഡ്രോണുകൾ വരുത്തി വയ്ക്കാൻ പോകുന്ന ആക്രമണങ്ങൾ അത് സത്യത്തിൽ മനുഷ്യരാശിക്ക് ഭീഷണി തന്നെയാണ്. ഏതൊരു പരമ്പരാഗത യുദ്ധത്തിന്റെയും എല്ലാ പതിവ് ശൈലികളെയും മാറ്റിമറിച്ചുകൊണ്ട് ശത്രുവിന് മേൽ അഗ്നിഗോളങ്ങളായിട്ട് പതിക്കാൻ കഴിയുന്നവയാണ് ഡ്രോണുകൾ. പല ഡ്രോണുകളും നമുക്കറിയാം എതിരാളിയുടെ അല്ലെങ്കിൽ ആ ടാർഗറ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വയം പൊട്ടിത്തെറിക്കും. ആത്മഹത്യാ ഡ്രോണുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകൾ ആ സ്വയം ചാമ്പലാകുന്നതിനോടൊപ്പം തന്നെ തന്റെ ടാർഗറ്റിനെയും നിഷ്പ്രഭമാക്കി കളയും. എന്നാൽ ചില ഡ്രോണുകൾ കൃത്യമായും ടാർഗറ്റിലേക്ക് ഈ സ്ഫോടക വസ്തുക്കളെ നിക്ഷേപിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഡ്രോണുകളാണ്. അങ്ങനെ പല തരത്തിലുള്ള ഡ്രോണുകളുണ്ട്. ചില ഡ്രോണുകൾ ഒന്നിലേറെ ടാർഗറ്റുകളെ ലക്ഷ്യമിടാൻ കഴിയുന്നവയാണ്. അപ്പോൾ ഡ്രോണുകൾ അപകടകാരികളായിട്ട് മാറുകയാണ്. അത് ലോകം ഇന്ന് ഭീതിയോടെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്.